എല്ലാവർക്കും നമസ്കാരം. പോഷൻ പക്കോടയുടെ രണ്ടാമത്തെ ദിവസം, അതായത് വെള്ളിയാഴ്ച 10-ാം തീയതി നമ്മൾ അങ്കണവാടികൾ കേന്ദ്രീകരിച്ച് കൊണ്ട് നടപ്പിലാക്കേണ്ട പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഈ സെഷനിലൂടെ വിവരിക്കുന്നത്. കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ അങ്കണവാടികളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ നിങ്ങൾ നടത്തുക. ആ നടത്തിയ പരിപാടിയുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനന്തോളം ഡാഷ്ബോർഡിലേക്ക് കൂടി രേഖപ്പെടുത്തിയിട്ട് വേണം നമ്മളെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച അങ്കണവാടി പ്രവൃത്തി ദിനമായതുകൊണ്ട് തന്നെ നമ്മൾ ഓഫ്ലൈനായിട്ട്, അതായത് ഗുണഭോക്താക്കളെ നേരിട്ട് ക്ഷണിച്ചിട്ടാണ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടത്. പ്രധാനമായിട്ടും ജങ്ക് ഫുഡ് ഒഴിവാക്കി പകരം പോഷകാഹാരം കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സാണ് നാളെ ടീച്ചർ നമ്മളുടെ ഗുണഭോക്താക്കളുടെ രക്ഷിതാക്കൾക്ക് നൽകേണ്ടത്. അതിലെ അമ്മമാരെയും അച്ഛന്മാരെയും അല്ലെങ്കിൽ രക്ഷിതാക്കളെയൊക്കെ തന്നെ നമുക്ക് പങ്കെടുപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജങ്ക് ഫുഡ് ഒഴിവാക്കി കുട്ടികൾക്ക് പോഷകാഹാരം നൽകുന്നതിനെക്കുറിച്ചിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സാണ്. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം നമുക്കറിയാം. പോഷൻ പക്കോടയുടെ തന്നെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. അതായത് രക്ഷിതാക്കൾക്ക് ജങ്ക് ഫുഡിൻ്റെ ദോഷങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പോഷകാഹാരങ്ങൾ പരിചയപ്പെടുത്തുക, ഒപ്പം കുട്ടികളുടെ ശരിയായ വളർച്ചയ്ക്ക് നല്ല ഭക്ഷണശീലങ്ങൾ വളർത്തുക. ഈ ഭാഗങ്ങളൊക്കെ കവർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ് ആയിരിക്കണം നാളെ നമ്മൾ രക്ഷിതാക്കൾക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിന് കൃത്യമായി നമ്മൾ ഈ സെഷനിലൂടെ വിവരിക്കുന്നത് ചിട്ടയായിട്ടുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിശ്ചിത സമയത്തിനുള്ളിൽ ഇതെല്ലാം പൂർത്തിയാക്കാൻ ശ്രമിക്കുക. അതിൽ ഓരോ 5 മിനിറ്റായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുപ്രകാരം തന്നെ നിങ്ങൾ കൃത്യമായി ഈ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ നിശ്ചിത സമയത്തിനുള്ളിൽ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു ആദ്യത്തെ 5 മിനിറ്റ് എന്ന് പറയുന്നത് അവതരണത്തിന് വേണ്ടി ടീച്ചർ എടുക്കുക. അതായത് കുട്ടികളുടെ ആരോഗ്യവും വളർച്ചയും ഭക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതേപോലെ ഇന്നത്തെ കുട്ടികൾക്ക് പാക്കറ്റ് ഫുഡുകളോടുള്ള അടുപ്പം കൂടി വരുന്നുണ്ട്, ആയതുകൊണ്ട് രക്ഷിതാക്കളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങൾ അവതരണത്തിൽ തന്നെ നിങ്ങൾ അവരോട് ഷെയർ ചെയ്യുക. അതിനുശേഷം ടീച്ചർക്ക് ചോദ്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. നിങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ് എന്നുള്ളൊരു ചോദ്യം കൂടെ അവരിലേക്ക് എത്തിക്കുക. അവരുടെ റെസ്പോൺസ് കൂടി നിങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ ഒരു ഇൻട്രാക്റ്റീവ് മോഡിലേക്ക് നിങ്ങളുടെ ബോധവൽക്കരണ ക്ലാസ് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിനുശേഷം ഒരു 5 മിനിറ്റ് നിങ്ങൾ ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടത് എന്താണ് ജങ്ക് ഫുഡ് എന്നുള്ളതാണ്. പോഷകമൂല്യം കുറവുള്ള ഭക്ഷണമാണ് ജങ്ക് ഫുഡ് എന്നും കൂടുതൽ പഞ്ചസാര, ഉപ്പ്, കൊഴുപ്പ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ജങ്ക് ഫുഡ് എന്നുള്ളത് കൃത്യമായി അവരിലേക്ക് എത്തിക്കുക. ഒപ്പം ഉദാഹരണങ്ങൾ സഹിതം പറയുകയാണെങ്കിൽ ചിപ്സ്, ബർഗർ, പിസ്സ, കൂൾ ഡ്രിങ്ക്സ്, ചോക്ലേറ്റ്, പാക്കറ്റ് സ്നാക്കുകൾ തുടങ്ങിയിട്ടുള്ളവയൊക്കെയാണ് ജങ്ക് ഫുഡിൻ്റെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ എന്നുള്ളത് കൂടെ നിങ്ങൾ അവരിലേക്ക് എത്തിക്കുക. അതിനുശേഷം ജങ്ക് ഫുഡിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് 10 മിനിറ്റ് സമയത്തിനകം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കുക. ഇതൊക്കെ കൃത്യമായി വിവരിച്ചു കൊടുക്കുക. നമ്മൾ പോയിൻ്റ് വൈസ് ടീച്ചേഴ്സിന് അറിയുന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് എത്രമാത്രം നിങ്ങൾക്ക് വിവരിച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടോ അതിനനുസരിച്ച് 10 മിനിറ്റ് സമയം എടുത്തിട്ട് ജങ്ക് ഫുഡിൻ്റെ ദോഷങ്ങൾ നിങ്ങൾക്ക് 10 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കാം. അതായത് ശരീരഭാരം കൂടും. ഒബീസിറ്റി കുട്ടികളിൽ കൂടുതലായി കാണുന്നത് ജങ്ക് ഫുഡിൻ്റെ ഉപയോഗം വർദ്ധിച്ചത് കൊണ്ടാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തണം. രോഗപ്രതിരോധ ശേഷി കുറയും. അതേപോലെ പല്ലുകൾ നശിച്ചു പോകാനുള്ള സാഹചര്യം വരും. ക്ഷീണം, പഠനത്തിലെ ശ്രദ്ധ കുറയുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ജങ്ക് ഫുഡിൻ്റെ ദോഷങ്ങളായിട്ട് വരുന്നത്. കൃത്യമായി അവരിലേക്ക് ധരിപ്പിക്കുക. കുട്ടികളുടെ ഭാവി ആരോഗ്യത്തെ ഇത് ബാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ള കാര്യം. അതുപോലെ തന്നെ പോഷകാഹാരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. എന്താണ് പോഷകാഹാരം എന്നുള്ളത് 10 മിനിറ്റ് സമയം എടുത്തിട്ട് രക്ഷിതാക്കളുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായിട്ടുള്ള ഭക്ഷണമാണ് പോഷകാഹാരം അടങ്ങിയിട്ടുള്ള ഭക്ഷണം. പ്രധാന ഘടകങ്ങളെന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്, അരി, ചപ്പാത്തി, പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളവ പയർ, മുട്ട, മീൻ, വിറ്റാമിൻ അടങ്ങിയിട്ടുള്ളവ പച്ചക്കറി, പഴം, കൊഴുപ്പ് അടങ്ങിയിട്ടുള്ളവ എണ്ണ, നെയ്യ് കുറഞ്ഞ അളവിൽ. ഇത്തരം രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ നേരങ്ങളിലും നമുക്ക് കൃത്യമായി 3 നേരങ്ങളാണല്ലോ പറയാറുള്ളത്. ആ നേരങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുള്ള, വൈറ്റമിൻ അടങ്ങിയിട്ടുള്ള, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകം കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം കുട്ടികൾക്ക് നൽകാവുന്ന പോഷകാഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് 15 മിനിറ്റ് സമയമെടുത്ത് നമുക്ക് വിവരിച്ചു കൊടുക്കാൻ കഴിയുന്നതാണ്. പ്രാദേശികമായി ലഭ്യമായവ നമ്മൾ കൂടുതൽ ഊന്നൽ നൽകുക. അതായത് കഞ്ഞിയും പയറും, ഇഡ്ഡലി, ദോശ, മുട്ട, പച്ചക്കറി, അതേപോലെ തന്നെ പഴങ്ങൾ, വാഴപ്പഴം, പപ്പായ, നട്ട്സ് ചെറിയ അളവിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ലോക്കലി കിട്ടുന്ന സാധനങ്ങൾ കൂടുതൽ അവരെ പരിചയപ്പെടുത്തുക. ഒപ്പം തന്നെ ടിഫിൻ ഐഡിയകൾ പറഞ്ഞു കൊടുക്കുക. വെജിറ്റബിൾ ഉപ്മാ, എഗ് റോൾ, ചപ്പാത്തി, കറി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങൾ അവരുടെ ശ്രദ്ധയിലേക്ക് കൊടുക്കുക. ഇതെല്ലാം സാധാരണ ചെയ്യുന്നതാണ് എന്നുള്ളതായിരിക്കും ടീച്ചേഴ്സിൻ്റെ
വീഡിയോൻ്റെ കമൻറ്റ്സ് ബോക്സിൽ നിറയുക. പക്ഷേ ഇതെല്ലാം ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി വരുന്ന സമയം അവരിലേക്കൊരു ബിഹേവിയറൽ ചേഞ്ചാണ് നമ്മൾ ഈ മിഷനുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കൂടെ ഓരോ പോഷൻ പക്കോടയാണെങ്കിലും സ്വച്ഛതാ പക്കോടയാണെങ്കിലും പോഷമ്മ ആണെങ്കിലും നമ്മൾ ആവർത്തിച്ചു കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ചെയ്തു വരുമ്പോൾ ഒരുപാട് ആളുകളിലേക്ക് ഈ മാറ്റം ഉണ്ടാകുമെന്നുള്ള ലക്ഷ്യം തന്നെയാണ് നമ്മൾ കൈവരിക്കേണ്ടത്. ആയതുകൊണ്ടതാണ് ഈ ഓരോ വിഷയങ്ങളും വീണ്ടും അതേപോലെ തന്നെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇനി അതിനുശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് ജങ്ക് ഫുഡ് ഒഴിവാക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് കുട്ടികൾ ജങ്ക് ഫുഡിന് അഡിക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൂടി ടീച്ചർ അവരിലേക്ക് എത്തിക്കുക. അതായത് വീട്ടിൽ ആരോഗ്യകരമായിട്ടുള്ള സ്നാക്കുകൾ തയ്യാറാക്കുക, കുട്ടികളെ ഭക്ഷണം തയ്യാറാക്കുന്നതിൽ അവരെ കൂടെ പാർട്ടിസിപ്പൻ്റ് ആക്കുക, TV കാണുമ്പോൾ ഭക്ഷണം നൽകുന്നത് ഒഴിവാക്കുക, ദിവസേന പഴവും പച്ചക്കറിയും അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുത്തുക, അതേപോലെ പാക്കറ്റ് ഫുഡുകൾ വാങ്ങുന്നത് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത്തരം രീതികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളിലെ ജങ്ക് ഫുഡ് ഒഴിവാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി രക്ഷിതാക്കളുടെ പങ്ക് എന്താണ് എന്നുള്ളത് ഒരു 5 മിനിറ്റ് സമയമെടുത്ത് ടീച്ചർ അവരിലേക്ക് എത്തിക്കുക. അതായത് കുട്ടികൾ മാതാപിതാക്കളെയാണ് അനുകരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ആദ്യം തന്നെ ജങ്ക് ഫുഡ് വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ അത് തന്നെ പിൻപറ്റുന്ന സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കണം. കുടുംബമായി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള ശീലം ഉണ്ടാക്കുക. നമ്മൾ ഇപ്പോഴൊക്കെ കാണാറുണ്ട് കുട്ടികൾ ഒരു ഭാഗത്ത്, അച്ഛനൊരു സമയം, അമ്മയൊരു ഭാഗത്ത്, ആ രീതി ഒഴിവാക്കി കുടുംബമായി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ അവരെ പ്രേരിപ്പിക്കണം. നമ്മൾ അതിന് മുതിരണം എന്നുള്ളത് കൂടെ അവരിലേക്ക് പറഞ്ഞു വെക്കുക. നല്ല ഭക്ഷണശീലങ്ങൾ പഠിപ്പിച്ചെടുക്കുക. കൃത്യമായ സമയത്ത് കൃത്യ അളവിൽ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രദ്ധ കുട്ടികളിൽ കൂടുതൽ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൂടെ ഓർമ്മപ്പെടുത്തുക. അതേപോലെ പ്രവർത്തന ഭാഗങ്ങൾ, അതായത് ഒരു 5 മിനിറ്റ് സമയം എടുത്തിട്ട് ഇനി നാളെ മുതൽ നിങ്ങൾ മാറ്റാൻ പോകുന്ന ഒരു ഭക്ഷണശീലം എന്താണ് എന്നുള്ള ചോദ്യം നിങ്ങൾ രക്ഷിതാക്കളോ ആരാണോ പങ്കാളികളായിട്ടുള്ളത് ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവരിലേക്ക് ചോദ്യമുനയായി ചോദിക്കാവുന്നതാണ്. അതിൻ്റെ ഉത്തരം തേടുക, അതിനുശേഷം വിശകലനം ചെയ്യുക. അതിനെല്ലാം ശേഷം ഒരു 5 മിനിറ്റ് സമാപനമാണ്. അതായത് ജങ്ക് ഫുഡ് ഒഴിവാക്കുന്നത് കുട്ടികളുടെ ഭാവിക്ക് നല്ലതാണെന്നും ചെറിയ മാറ്റങ്ങൾ വലിയ ഫലങ്ങൾ നൽകും. ആയതുകൊണ്ട് കുട്ടികളുടെ ആരോഗ്യം നല്ല രീതിയിൽ തന്നെ വരികയും ദൂഷ്യഫലങ്ങൾ ഒഴിവാക്കാനും കഴിയുമെന്നുള്ളത് കൂടെയാണ് പറഞ്ഞു വെക്കേണ്ടത്. ഹെൽത്തി ഫുഡ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി ചൈൽഡാണ് എന്നുള്ളൊരു സ്ലോഗനോടുകൂടി പ്രവർത്തനം അവസാനിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ മൊത്തം എത്ര മിനിറ്റ് നമ്മളിപ്പോൾ സംസാരിച്ചു എന്നുള്ളത് ഒറ്റത്തോട്ടത്തിൽ പറയുകയാണ്. 5, 5, 10, 15, 25, 35, 40, 50, 60, 65 1 മണിക്കൂറും 10 മിനിറ്റ് സമയമെടുത്ത് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ സഹായിച്ചു എന്നുള്ളതാണ്. അപ്പോൾ 1 മണിക്കൂറിനകം തന്നെ നിങ്ങൾക്ക് പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് അവരെ പറഞ്ഞയക്കാൻ സാധിക്കും. അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ് കൂടെ പറഞ്ഞു തരികയാണ്. ക്ലാസ് കൊടുക്കുമ്പോൾ ആ ശ്രോതാക്കൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായ ഭാഷ ഉപയോഗിച്ച് പറയുക. പ്രാദേശിക ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ അവരിലേക്ക് വിവരിച്ചു കൊടുക്കുക. രക്ഷിതാക്കളെയാണ് കൂടുതൽ പങ്കെടുപ്പിക്കേണ്ടത്. 30-40 മിനിറ്റ് കൊണ്ട് ക്ലാസ് പൂർത്തിയാക്കുക, അല്ലെങ്കിൽ 1 മണിക്കൂർ പരമാവധി അതിനകം പ്രത്യേകമായിട്ട് ഈ കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം നാളെ നടത്തേണ്ട പരിപാടിയുടെ ഒരു രൂപരേഖയാണ് തന്നിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കഴിവിനനുസരിച്ച്, നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് എത്രമാത്രം ഭംഗിയാക്കാൻ പറ്റുമോ അതിൻ്റെ എല്ലാം ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഹെൽത്തി ഫുഡ് എന്നാൽ ഹെൽത്തി ചൈൽഡ് എന്നാവണം. ഇത് മാത്രം ഓർമ്മിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഈ പ്രവർത്തനത്തിന് ശേഷം ഇനി ജനാന്തോളം ഡാഷ്ബോർഡിലേക്ക് എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളത് തുടർന്ന് കാണുക. ജനാന്തോളം ഡാഷ്ബോർഡ് എൻട്രി രേഖപ്പെടുത്തുന്നതിന് നമ്മൾ അയച്ചു തന്നിട്ടുള്ള ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേജിലോട്ട് എത്താൻ സാധിക്കും. ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ ജനാന്തോളം ഡാഷ്ബോർഡ് എൻട്രി എന്ന് കാണുന്ന ആ നീല നിറത്തിൽ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയം ഈ ഭാഗത്തും ഈ ഭാഗത്തു നിന്ന് യൂസർ നെയിമും പാസ്വേഡ് നിങ്ങൾക്ക് അനുവദിച്ച് തന്നത് കൃത്യമായി എൻ്റർ ചെയ്യുക. നിങ്ങൾ ഏതാണോ യൂസർ നെയിം കൊടുക്കുക അത് തന്നെയായിരിക്കും നിങ്ങളുടെ പാസ്വേഡും. എല്ലാം സ്മോൾ ലെറ്ററാണ്, സ്പേസ് ഇല്ലാതെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ലോഗിൻ എന്ന് കാണുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയം നമുക്ക് ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോമാണ് നമ്മൾ മുന്നിലേക്ക് വരിക. ആ ഭാഗത്ത് നിന്ന് നമ്മൾ ഇന്ന് നടത്തിയ പ്രവർത്തനം, അതായത് ജങ്ക് ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവയർനെസ് ക്ലാസ്സാണല്ലോ നമ്മൾ കൊടുത്തത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീമും ആക്ടിവിറ്റിയും കൃത്യമായി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആദ്യം ഗ്രൂപ്പ് എന്ന് കാണുന്നത് പോഷൻ പക്കാടയാണ്. അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. തൊട്ട് താഴെ തീം, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ തീം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 5 തീമുകൾ ഈ പോഷൻ പക്കാടിയുടെ ഭാഗമായിട്ടുണ്ട്. അതിൽ നമ്മൾ ഇന്ന് നടത്തിയ പ്രവർത്തനത്തിൻ്റെ തീം എന്ന് പറയുന്നത് മദർ ആൻഡ് ചൈൽഡ് ന്യൂട്രീഷൻ എന്നുള്ളതാണ്. അത് കൊടുക്കുക. അതിനുശേഷം ഓർഗനൈസർ എന്നുള്ളത് നമ്മളൊന്നും ചെയ്യാനില്ല. ലെവൽ എന്നുള്ളത് നമ്മൾ ബ്ലോക്ക് ആയിരിക്കും കാണുക. ആ ബ്ലോക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് അത് മാറ്റി AWC എന്ന് തന്നെ ഉറപ്പാക്കണം.
അതിനുശേഷം AWC എന്ന് കാണുന്ന പുതിയൊരു കോളം കൂടി ഓപ്പൺ ആയിട്ട് വരും. അവിടെ സെലക്ട് AWC എന്ന് കാണുന്ന അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൊജക്റ്റിന് കീഴിലുള്ള മുഴുവൻ സെൻറ്ററുകളുടെ ലിസ്റ്റ് കാണും. അതിൽ നിന്ന് നമ്മുടെ സെൻറ്റർ കൃത്യമായി തിരഞ്ഞെടുക്കുക. അതിനുശേഷം ആക്ടിവിറ്റി കാണുന്ന കോളം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് നടത്തിയ പ്രവർത്തനം എന്താണ്? ജങ്ക് ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവയർനെസ് സെഷനാണ്. അത് ഈ ഭാഗത്തുണ്ട്. അവയർനെസ് സെഷൻ ഓൺ ഹസാർഡ്സ് ഓഫ് ജങ്ക് ആൻഡ് പാക്കേജ്ഡ് ഫുഡ്സ് എന്ന് കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവൻറ്റ് ഡേറ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് 10-ാം തീയതി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. 10 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം പാർട്ടിസിപ്പൻസ് ഡീറ്റെയിൽസാണ് അവിടെ കാണുക. അതായത് പാർട്ടിസിപ്പൻസ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ ഭാഗത്ത് കാണാൻ സാധിക്കും. ഈ പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസിൻ്റെ ഭാഗമായിട്ട് എത്ര ആൺകുട്ടികൾ പങ്കെടുത്തു, എത്ര പെൺകുട്ടികൾ പങ്കെടുത്തു, എത്ര പുരുഷന്മാർ, എത്ര സ്ത്രീകൾ, ഏജ് കുട്ടികൾ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ആ എണ്ണമൊക്കെ കൃത്യമായി പരിപാടിയിൽ പങ്കെടുത്തവരുടെ എണ്ണം മാത്രം കാണിക്കുക. അതിനുശേഷം നിങ്ങൾ ക്ലാസ് കൊടുക്കുന്ന ഗുണഭോക്താക്കളുടെ രക്ഷിതാക്കൾക്ക് കൊടുക്കുന്ന ക്ലാസ്സിൻ്റെ ഫോട്ടോ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഫോണിനകത്തേക്ക് സേവ് ചെയ്ത് വെക്കണം. 2 MB കൂടാൻ പാടുള്ളതല്ല നിങ്ങൾ സേവ് ചെയ്യുന്ന ഫോട്ടോ എന്നുള്ളത് കൂടി ഉറപ്പാക്കുക. അത് കൃത്യമായി ഉറപ്പാക്കി ഫോട്ടോ എടുത്ത് വെച്ചത് ഇവിടെ ബ്രൗസ് ഫോട്ടോ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഗാലറിയിൽ നിന്നും നിങ്ങളത് അപ്ലോഡ് ചെയ്തെടുക്കുക. ഓർക്കുക, ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയം നിങ്ങളെ പ്രൈവറ്റ് ആയിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ഫോട്ടോസ് ഒന്നും തന്നെ അപ്ലോഡ് ആയിട്ടില്ല എന്നുള്ളത് ഉറപ്പാക്കണം. കാരണം നമ്മൾ പേഴ്സണലായിട്ടുള്ള ഫോട്ടോസ് ഒന്നും അതിൽ കയറി വരാൻ പാടില്ല. കാരണം ഇത് എല്ലാ ജനങ്ങൾക്കും, അതായത് ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകൾക്കും ഇത് ഓപ്പൺ പോർട്ടൽ പോലെയാണ്. ആർക്ക് ഏത് സമയമാണെങ്കിലും അതൊക്കെ ഓപ്പൺ ചെയ്ത് കാണാൻ കഴിയും. അപ്പോൾ നമ്മളെ പേഴ്സണൽ ഫോട്ടോകളൊന്നും കുടുംബക്കാരുടെയോ വീട്ടുകാരുടെയോ മക്കളുടെയോ ഒന്നും ഫോട്ടോ കയറി വന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കണം. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കൃത്യമായി നിങ്ങൾ നടത്തിയ പരിപാടികൾ ഫോണിനകത്ത് സേവ് ചെയ്തിട്ടുണ്ടാവും. അത് തന്നെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൂടെ ഉറപ്പാക്കണം. ഇത് ആവർത്തിച്ച് പറയുകയാണ്. ഒരുപാട് ടീച്ചേഴ്സ് ഇപ്പോൾ അവർ പേഴ്സണൽ ഫോട്ടോസ്, വീടുകളുടെ ഫോട്ടോ അല്ലെങ്കിൽ അറിയാതെ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ കാണുന്ന ഭാഗം നിങ്ങൾക്ക് ഉണ്ടാവും. അവിടെ അവയർനെസ് ക്ലാസ് എന്ന് അവിടെ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്താൽ മാത്രം മതി. വേറെ ഒന്നും അവിടെ കൊടുക്കേണ്ടതില്ല. അതിനുശേഷം സബ്മിറ്റ് എന്ന് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ 10-ാം തീയതിയിലെ പ്രവർത്തനം, അതായത് വെള്ളിയാഴ്ച നടത്തുന്ന പ്രവർത്തനം സക്സസ്ഫുള്ളി പൂർത്തിയാക്കുക. താങ്ക് യു.